ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചുള്ള വ്ളോഗാണേ. 2022 ഫെബ്രുവരി 6-നായിരുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണം. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ 3-ാമത്തെ വർഷമായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി. അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദമാണ് കേട്ടോ ഒരാൾ അവിടെ നിന്ന് തിന്നുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം സാധാരണ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. കഴിഞ്ഞ കൊല്ലം വരെ ഞങ്ങളും അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങളുടെ പഴയ സേവ് ദ ഡേറ്റ് ഒക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. നമ്മളിവിടെ ഫോർട്ട് കൊച്ചിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്നപ്പോഴും തന്നെ ഉച്ചയായതുകൊണ്ട് നമ്മൾ വിശന്നത് കൊണ്ട് നമ്മൾ കടയിൽ കയറി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിച്ചുകൊണ്ടപ്പോൾ കുഞ്ഞാവ വാരത്തെന്നാൽ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു പോയ സമയത്ത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ സൈഡിലൂടെ ഇങ്ങനെ കാണും. അപ്പോൾ കുഞ്ഞാവ ഞാൻ കാണാത്തതൊക്കെ വിളിച്ച് അമ്മേ ദേണ്ടമ്മേ എന്ന് പറഞ്ഞ് കാണിച്ചു തരുമായിരുന്നേ. അപ്പോൾ ഇത് മെയിനായിട്ടും ഈ വലയിടുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അതേ നമ്മൾ വാട്ടർ മെട്രോയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഭാഗത്തോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നല്ല ഫ്രഷ് മീനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാവയുടെ മെയിനായിട്ടുള്ള ചോളം നമ്മൾ ചെന്നപ്പോഴേ കണ്ടു. അപ്പോഴത്തേനും ഞാനത് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒരു ഗ്ലാസ്സിനകത്താക്കി അവർ തരുമായിരുന്നു. അത് മേടിച്ചു. പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല വെയിലായിരുന്നു അവിടെ. അപ്പോൾ സമയം നേരം ഒരു 3 മണി അടുത്തായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ അതിനിടയ്ക്ക് ഒരാൾ നിന്നുകൊണ്ട് ചോളമൊക്കെ ഇങ്ങനെ കോരി കഴിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് പകുതി മുക്കാലും താഴെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു പോർഷനിൽ വന്നിട്ട് ആൾക്കാർ കൂടുതലും പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കാരണം തൊട്ട് പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കടലും കിട്ടും, അതുപോലെ തന്നെ കപ്പലൊക്കെ വരുന്നതൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞാവയ്ക്ക് ഒരു തൊപ്പി മേടിക്കാമെന്ന് വിചാരിച്ച്. നല്ല രസമുണ്ടായിരുന്നു, നല്ല നീല തൊപ്പി. ഇതൊരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി വേറെ സൈസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പുള്ളിക്കാരിക്കും കൂടി ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. അത് കഴിഞ്ഞ് കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് കേട്ടോ നമ്മുടെ മെയിൻ ഐറ്റൻ്റെ ഉപ്പിലിട്ടതെല്ലാം കണ്ടത്. അപ്പോൾ അവിടെ പൈനാപ്പിൾ, കുമ്പളങ്ങയല്ല തണ്ണിമത്തൻ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം മാങ്ങ മേടിച്ചു. മാങ്ങ ഞാൻ വിചാരിച്ച നല്ല പുളിയായിരിക്കും എന്ന് വിചാരിച്ചത്, കാരണം ഒരു നല്ല പച്ച കളറായിരുന്നു. അപ്പോൾ അത് പക്ഷേ നല്ല ഒരു മധുരിപ്പൊക്കെ തോന്നിയതുകൊണ്ട് നമ്മളെന്നാൽ വേറെ ഒരു സാധനം കൂടെ മേടിച്ചേക്കാന്ന് കരുതി അവിടെ ചെന്ന് പൈനാപ്പിളും കുമ്പളങ്ങയൊക്കെ പിന്നെയും കുമ്പളങ്ങയാന്ന് വരുന്നത്, തണ്ണിമത്തനും ഒക്കെ മേടിച്ചിട്ട് വന്ന് ഞങ്ങളവിടെ ഇറങ്ങിയപ്പോഴത്തേനുമാണ് കേട്ടോ അവിടെ ഒരാൾ സൺബാത്ത് ചെയ്യുന്നത് കണ്ടത്. നമ്മുടെ അവിടെ അങ്ങനെ പൊതുവെ ആൾക്കാരങ്ങനെ കിടക്കുന്നത് കുറവായതുകൊണ്ട് അടുത്ത് നിന്നവരൊക്കെ അങ്ങ് നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ആരെയും മൈൻഡ് ചെയ്യാതെ പുള്ളി അവിടെ കിടന്ന് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് സൺബാത്തും ചെയ്ത് അവിടെ കിടക്കുമായിരുന്നു. ഇതിനിടയിൽ സൂര്യ ടി വിയിൽ സ്വയംവരപ്പന്തൽ എന്ന് പറഞ്ഞ സീരിയലിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ചെയ്തു. അപ്പോൾ ആ സീരിയൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. തുടങ്ങുമ്പോഴേക്കും എല്ലാവരും തീർച്ചയായും കാണണം കേട്ടോ. കുറേ നേരം കടലിൽ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് നേരം കയറിയിരുന്നു. അപ്പോഴേക്കും പുള്ളിക്കാർ ചോളപാത്രം ഒറ്റ ഇറങ്ങി വെച്ച് കൊടുത്ത്. അത്യാവശ്യം നല്ല വലിയ ചോളമായിരുന്നതുകൊണ്ട് പുള്ളിക്കാർ തിന്ന് മടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കലിപ്പ് കയറി അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞത്. പിന്നെ നമ്മളവിടെ നിന്ന് കുറേ നേരം അവിടെ നിന്ന് ഓരോ പിള്ളേരൊക്കെ കടലിലിറങ്ങി കളിക്കുന്നത് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഐസ്ക്രീം മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പോന്നു. നമ്മൾ കുൽഫിയാണ് കേട്ടോ വെറൈറ്റി ആയിട്ട് മേടിച്ചത്. മറ്റേ പോട്ടിലുള്ളതും അതുപോലെ തന്നെ സ്റ്റിക്കിലുള്ളത് നമ്മൾ മേടിച്ചു. അതിൽ പോട്ടിലുള്ളത് അത്ര വലിയ
സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റിക്ക് തന്നെയായിരുന്നു അടിപൊളി. സ്റ്റിക്ക് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതിനകത്തൊരു ഫില്ലിങ് പോലൊരു സംഭവമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം വിൽക്കണ ചേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞത് അവിടെ പോട്ടിലുള്ളത് വിൽക്കാൻ പറ്റില്ല, അവർക്കതിന് 2000 രൂപ പിഴയുണ്ട്, അതുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് തീർക്കാൻ വേണ്ടി വിൽക്കണേന്നാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ നമ്മുടെ സേവ് ദ ഡേറ്റ് എടുത്ത ലൊക്കേഷനിലോട്ടൊക്കെ ഒന്ന് പോയി കേട്ടോ. പോസ്റ്റ് ബോക്സ് ഇരിക്കുന്ന അതിൻ്റെ അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ബിഗ് ബിയിലെ വീട് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ ഒത്തിരി ഫ്രണ്ടോട്ട് നടന്നപ്പോഴാണ് കുഞ്ഞാവേനെ കണ്ടിട്ട് ഇവർ വന്നത്. ഈ കുട്ടിയുടെ അമ്മ മലയാളിയാണ് കേട്ടോ. അപ്പോൾ അവർ പകുതി മലയാളം അങ്ങനെയുള്ള ഒരാൾക്കാരാണ്. അപ്പോൾ കുറേ നേരം നമ്മളോട്ടൊക്കെ സംസാരിച്ചു. അതിന് നമ്മൾ ഫ്രണ്ടിലോട്ട് കുറച്ചിങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴേക്കും കുറേ പരുന്ത്, ആ ഭാഗത്ത് ഈ മീനിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഭയങ്കര പരുന്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴേക്കും അവിടെ ഒരു പാർക്കുണ്ട്. പാർക്കിൻ്റെ അവിടെ ഈ ചുമന്ന കെട്ടിടത്തിന് ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ സേവ് ദ ഡേറ്റിന് ഫോട്ടോ എടുത്താണ്. അപ്പം കുറേ നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞാവയായിട്ട് ഇന്ന് എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ അന്ന് വിചാരിച്ചതല്ല. കഴിഞ്ഞ് നമ്മൾ പാർക്കിനകത്ത് കുറച്ച് നേരം കയറി. പാർക്കിൽ കയറിയപ്പോഴാണ് കേട്ടോ നമ്മുടെ ജ്യോതിർമയി മാഡം മോളെയും കൊണ്ട് വൈകുന്നേരം അവിടെ വന്നേക്കണം കണ്ടത്. ആ ബോഗൻവില്ല ലുക്കിൽ തന്നെയായിരുന്നു കേട്ടോ മാഡം. കുഞ്ഞാവനെ കണ്ടുകൊണ്ട് മാഡത്തിൻ്റെ മോളും കൂടെ ഓടി വന്നു. നമ്മളവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞൊരു തണുത്ത നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മളവിടെ നിന്ന് പോകുന്നു. തിരിച്ചു പോന്നപ്പോൾ നമ്മൾ സുഭാഷ് പാർക്കിലൊന്ന് ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോഴത്തേനും അത്യാവശ്യം രാത്രി ആയതുകൊണ്ട് കപ്പലിൻ്റെ, അതായത് നമ്മുടെ ഷിപ്പ് യാർഡിൻ്റെ വ്യൂ വരുന്ന ഭാഗത്ത് നല്ലൊരു രസമുള്ളൊരു കാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇറങ്ങി കണ്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്